ഏകദേശം 1 വയസ്സ് തൊട്ട് 3 വയസ്സുള്ള കുഞ്ഞുങ്ങള് ഭയങ്കരമായിട്ട് വാശി പിടിക്കുന്നു, അടിക്കുന്നു, കടിക്കുന്നു, അതുപോലെ മുടി പിടിച്ച് വലിക്കുക. ഇങ്ങനെയൊക്കെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കുണ്ടോ? എങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ കാണുക. കുഞ്ഞുങ്ങള് ഇങ്ങനത്തെ ഇമോഷൻസ്, ദേഷ്യം, ഫ്രസ്ട്രേഷൻ, ടെമ്പർ ടാൻട്രംസ് എന്ന് നമ്മൾ പറയും, ഇങ്ങനെയൊക്കെ പ്രകടിപ്പിക്കുമ്പോൾ മിക്ക പേരൻസിനും ഇതെങ്ങനെ റിയാക്ട് ചെയ്യണം, എന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പോ നമുക്ക് ആദ്യം തന്നെ എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ ഇങ്ങനെ കാണിക്കുന്നതെന്ന് നോക്കാം. ഒന്നാമത്തെ കാരണം എന്താന്ന് വെച്ചാല് അവർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇല്ല. നമുക്കറിയാം, ഏകദേശം 3 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് അവർക്ക് സ്പീച്ച് ഒക്കെ ഡെവലപ്പ് ആയി വരുന്നതേ ഉള്ളൂ. അപ്പൊ അവർക്ക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളത് അറിയില്ല. ഫ്രസ്ട്രേഷൻ, ദേഷ്യം വരുമ്പോൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യാന്നറിയില്ല. അപ്പൊ അവർ കൂടുതലും ഫിസിക്കലായിട്ട് അടിക്കുക, ഫ്രസ്ട്രേഷൻ കാണിക്കുക, എങ്ങനെയാണ് കൂടുതൽ അവർ റിയാക്ട് ചെയ്യുക. ഇനി രണ്ടാമത്തെ കാരണം ഓവർ സ്റ്റിമുലേഷൻ ആണ്. അതായത് ഉദാഹരണത്തിന് ഒരു സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുപോകുമ്പം അല്ലെങ്കിൽ ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോകുമ്പോഴൊക്കെ കുഞ്ഞുങ്ങൾ കൂടുതലായിട്ടും ഇങ്ങനെ ഫ്രസ്ട്രേഷൻ കാണിക്കാറുണ്ട്. മൂന്നാമതായിട്ടുള്ള കാരണം അവരുടെ ഫിസിക്കൽ നീഡ്സ് കിട്ടാതെ വരുമ്പോൾ, ഉദാഹരണത്തിന് ഭയങ്കരമായിട്ട് വിശപ്പ് വരുമ്പോൾ, അവരുടെ റുട്ടീനൊക്കെ തെറ്റുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് ഒരു അറ്റൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ക്ഷീണം വരുമ്പോഴൊക്കെ കുട്ടികൾ അമിതമായിട്ട് ദേഷ്യവും വാശിയൊക്കെ കാണിക്കാറുണ്ട്. അപ്പൊ ഈ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, കുട്ടികൾ ആദ്യം തന്നെ നിങ്ങളൊന്ന് അടിക്കും. അടിച്ചിട്ട് അവര് നമ്മളെ മുഖത്ത് നോക്കും എങ്ങനെയാണ് നമ്മുടെ റിയാക്ഷൻ എന്ന്. വീണ്ടും അടിക്കും, വീണ്ടും നോക്കും എങ്ങനെയാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നതെന്ന്. അപ്പൊ നമ്മൾ റിയാക്ട് ചെയ്യുന്ന രീതി വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഈ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങൾ കാമായിട്ടിരിക്കുക. കുട്ടികൾ എപ്പോഴാണോ കാമാവുന്നത് അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതുപോലെ നിങ്ങൾ അവരുടെ മുഖത്ത് സ്ട്രെയിറ്റ് ആയിട്ട് നോക്കിയിട്ട് നോ ഹിറ്റിംഗ്, അടിക്കരുത് എന്നുള്ളത് നിർബന്ധമായിട്ടും പറയുക. അതുപോലെ ആ ടൈമിൽ അവർ അടിക്കുമ്പോൾ ഗ്രാൻഡ് പേരൻസോ അല്ലെ ബാക്കിയുള്ളവരോ ആരും ചിരിക്കാൻ പാടില്ല. കാരണം ചിരിക്കുമ്പോൾ കുട്ടികൾ വീണ്ടും ഇത് അവർ ചെയ്യുന്ന എന്തോ എന്റർടൈൻഡ് ആയിട്ടുള്ള കാര്യമാണെന്നാണ് അവർക്ക് തോന്നുന്നത്. അപ്പൊ ഒരിക്കലും ആ ടൈമിൽ ചിരിക്കുക, അത് പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യാതിരിക്കുക. ഡിസ്ട്രാക്ട് ചെയ്യുക അവരെ. ഡിസ്ട്രാക്ട് ആൻഡ് റീഡയറക്ട് എന്നാണ് പറയുന്നത്. അവരെ ആ കാര്യത്തിൽ നിന്ന് വേഗം ഡിസ്ട്രാക്ട് ചെയ്ത് വേറെ എന്തെങ്കിലും കാര്യത്തിലോട്ട് അവരുടെ ശ്രദ്ധ മാറ്റുക. അവർക്ക് ദേഷ്യം വരുമ്പോൾ അവരോട് പറയാം, ഇറ്റ്സ് ഓക്കെ, ദേഷ്യം വരുന്നത് ഓക്കെയാണ്, കരയുന്നത് ഓക്കെയാണ്, പക്ഷേ ഹിറ്റിംഗ് ഓക്കെ അല്ല. നിങ്ങൾ അടിക്കുന്നത് ശരിയല്ല, പക്ഷെ നിങ്ങൾക്ക് ദേഷ്യപ്പെടാം, കരയാം, നിങ്ങളെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളത് കുഞ്ഞുങ്ങളെ കറക്റ്റ് ആയിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അതുപോലെ ഈ ഒരു വാശിയുള്ള ടൈം കഴിയുമ്പോൾ, ആ ടെമ്പർ ടാൻട്രംസ് ഒക്കെ കഴിയുമ്പോൾ അവരെ വിളിച്ചിരുത്തിയിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, മോനെ എന്തിനാണ് ദേഷ്യം വന്നത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അവരുടെ ഫിസിക്കൽ നീഡ്സ്, അതായത് ഇപ്പൊ വിശപ്പ്, അവർക്ക് ക്ഷീണം, ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവരെ ക്ലിയർ ആക്കാൻ നോക്കാം. അപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ മാക്സിമം എല്ലാ പേരൻസിനും ഷെയർ ചെയ്യുക. ഹാപ്പി പാരന്റിങ്.